ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സൂര്യക്കരികിലേക്ക് എത്തിയ രാധികയെ പറഞ്ഞയക്കാൻ കൽപ്പന തിടുക്കം കാട്ടുമ്പോൾ അതിനോട് എതിർക്കുന്ന സൂര്യയോട് കൽപ്പന ചോദിച്ചു, ഇവ അല്ല, ഇത്രയൊക്കെ പറയാൻ, സൂര്യ ഇത്രയൊക്കെ വിഷമിക്കാൻ ഇവളാരാ? സൂര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ പോരെ ഇവിടെ എന്ന് ചോദിച്ച കൽപ്പനയോട് സൂര്യ പറഞ്ഞു, ഇവളാരാണെന്നോ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഇവൾ എന്റെ ദൈവമാണ്, എന്റെ കുഞ്ഞനുജത്തി. ഇവള് ചെയ്യുന്നത് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയുമോ? ഇവള് പ്രാർത്ഥിക്കുന്നത് പോലെ, ഇവളെ ഓരോ സമയത്തും മരുന്നിടിച്ചും മരുന്ന് പിഴിഞ്ഞുമൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തന്ന് എന്നെ ശുശ്രൂഷിക്കുന്ന, എന്നെ ചികിത്സിക്കുന്നത് പോലെ നിനക്ക് ചെയ്യാൻ പറ്റുമോ? ഇവളെ പ്രാർത്ഥിക്കുന്നത് പോലെ എന്റെ രോഗം ഭേദമാകാനേ ആത്മാർത്ഥമായി ഭഗവാനോട് പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും നിനക്ക് കഴിയുമോ? ഒരു തവണയെങ്കിലും നിനക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന സൂര്യയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നുമില്ലാതെ തലകുമ്പിട്ട് നിൽക്കുകയാണ് കൽപ്പന. സത്യത്തിൽ ഞാൻ ഇരിക്കുന്ന ഈ വീൽ ചെയർ എൻ്റെ ഒരു ചിതയായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ചിത അങ്ങ് കത്തിക്കും, അതോടെ ഞാൻ അവസാനിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ ചിന്തകളും എൻ്റെ വിശ്വാസങ്ങളും. എന്നാൽ അത് മാറി ഇപ്പോൾ എനിക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയും, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുമെന്നും ഇനി എനിക്കൊരു ജീവിതമുണ്ട് എന്നുമൊക്കെയുള്ള ഒരു ചിന്ത എനിക്കുണ്ടായത് ഇവൾ ഇവിടെ വന്നതിന് ശേഷമാണ് എന്ന് സൂര്യ എല്ലാവരോടുമായി പറയുന്നു. അതിനുശേഷം സൂര്യ വേഗം വീൽ ചെയറിലേക്ക് പരമേശ്വരൻ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, അച്ഛാ, എനിക്ക് വേണ്ടി അച്ഛനൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? എൻ്റെ പെങ്ങളെ ഇവിടെ നിർത്താൻ പറ്റുമോ? എൻ്റെ ചികിത്സ കഴിയുന്നത് വരെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ അതോടെ തീരും എൻ്റെ പ്രതീക്ഷയും എൻ്റെ ചികിത്സയും എല്ലാം. എൻ്റെ ഈ ചികിത്സ തീരുന്നത് വരെ അച്ഛാ, അതിനുവേണ്ടി മാത്രം ഈ പെങ്ങളെ ഇവിടെ നിർത്തിക്കൂടെ? എൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് എനിക്കൊന്ന് എഴുന്നേൽക്കാനായിട്ട്, എനിക്കൊന്ന് മുക്തനാകാനായിട്ട്, ഒന്ന് എഴുന്നേറ്റ് നടക്കാനായിട്ടുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടാണ് അച്ഛാ എന്ന് സൂര്യ വിഷമത്തോടെ അച്ഛനോട് ചോദിച്ചു. ഇത് കേട്ടതും പ്രിയങ്ക ആകെ ടെൻഷനോടെ പറഞ്ഞു, അതൊന്നും ശരിയാവില്ല, ചേച്ചിക്ക് പോണം എന്ന് പറയുമ്പോൾ ഇത് കേട്ടു നിന്ന വരുൺ പറഞ്ഞു, പ്രിയങ്ക, ഇക്കാര്യത്തിൽ നീ അഭിപ്രായം ഒന്നും പറയേണ്ടതില്ല, എന്ത് ചെയ്യണമെന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ചോളും എന്ന് പറയുമ്പോൾ ഉടനെ ആ വാക്കുകൾ കേട്ട് സൂര്യ അച്ഛനോട് വീണ്ടും ചോദിച്ചു, അച്ഛാ, എൻ്റെ ഈ അപേക്ഷ അച്ഛൻ സ്വീകരിക്കില്ലേ? എനിക്ക് എഴുന്നേറ്റ് നടക്കണം എന്നൊരാഗ്രഹമുണ്ട് മുത്തശ്ശി, അതിന് ഒന്ന് സമ്മതിക്കുവോ എന്ന് ചോദിച്ചപ്പോ ഉടനെ മുത്തശ്ശിയെ പരമേശ്വരൻ നോക്കിയിട്ട് ചോദിച്ചു, പരമേശ്വര, നീ എന്താടാ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചതും പരമേശ്വരൻ പറഞ്ഞു, എൻ്റെ മോൻ ഒന്ന് എഴുന്നേറ്റ് നടക്കണം എന്നതാണ് എൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹവും സ്വപ്നവും. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിന് മറ്റാരുടെ എതിർപ്പുകളോ മറ്റാരുടെ വിഷമങ്ങളോ എനിക്ക് ബാധകമല്ല എന്ന് പരമേശ്വരൻ അറിയിച്ചു. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും ശരി, സൂര്യയുടെ ചികിത്സ തീരുന്നത് വരെ രാധിക മോള് ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിന് ഇനി ആരെന്ത് എതിർപ്പ് കാട്ടിയാലും ശരി എന്ന് പറഞ്ഞതും ആ വാക്കുകൾ കേട്ട് എല്ലാവരും ആകെ ഞെട്ടി. അപ്പോഴേക്കും അവിടെ നിന്ന് വരുണും മുത്തശ്ശിയൊക്കെ ഒത്തിരിയേറെ പത്മിനിയും സന്തോഷിക്കുമ്പോ ഇത് കേട്ട് നിന്ന് കൽപ്പന ചോദിച്ചു, അതെങ്ങനെ ശരിയാകും അച്ഛാ? അപ്പോഴാണ് കൽപ്പനയോട് പരമേശ്വരൻ പറഞ്ഞത്, കൽപ്പനയും കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? ഇത് ഈ കണിമംഗലത്തുള്ളവരുടെ തീരുമാനമാണ്. ഇവിടെ നിന്ന് രാധിക മോള് തൽക്കാലം എവിടേക്കും പോകുന്നില്ല. രാധിക മോള് ഇവിടെ നിന്ന് സൂര്യയുടെ ചികിത്സയും കാര്യങ്ങളും നോക്കാനായിട്ട് ഇവിടെ തന്നെ രാധിക മോൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് എന്റെ തീരുമാനമാണെന്ന് പരമേശ്വരൻ അറിയിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോ ആകെ ഞെട്ടലോടെ രാധിക വരുണിനെ നോക്കുമ്പോ വരുൺ പുഞ്ചിരിയോടെ തലകുലുക്കി രാധികയെ നോക്കി. പിന്നീട് കാണുന്നത് രാത്രി വളരെ വൈകി കഴിയുമ്പോ റൂമിൽ നിന്ന് ആകെ അസ്വസ്ഥയായി നിൽക്കുന്ന തന്റെ അരികിലേക്ക്, റൂമിൽ ആകെ വിഷമത്തോടെ നിൽക്കുന്ന കൽപ്പനയ്ക്ക് അരികിലേക്ക് ചെറിയമ്മ എത്തുകയാണ്. ചെറിയമ്മ വന്ന് കൽപ്പനയോട് പറഞ്ഞു, അതെ കൽപ്പനെ, എന്തായാലും ഇങ്ങനൊരു കാര്യം സൂര്യ തീരുമാനിച്ചെങ്കിൽ, രാധിക ഇവിടെ നിന്ന് പോകാനായിട്ട് സൂര്യ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വേറൊന്നുമല്ല, നമ്മൾ ചിന്തിച്ചതുപോലെ എന്തോ ഒരു വഴിവിട്ട ബന്ധം ആ രാധികയും സൂര്യയും തമ്മിലുണ്ട്. സത്യത്തിൽ ഈ വീൽ ചെയറിലിരുന്ന പുരുഷന്മാര് അല്ലെങ്കിൽ ഭർത്താവ് ഇത്രയും നാളും ഒന്നും ആഗ്രഹിക്കുകയോ ഒന്നും ചിന്തിക്കുകയോ ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോ അതല്ല സൂര്യയുടെ അവസ്ഥ. കാരണം സൂര്യക്ക് ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷ വന്നു കഴിഞ്ഞു. സൂര്യ എഴുന്നേറ്റ് നടക്കുമെന്നും അവന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്താഗതി അവന്റെ മനസ്സിലേക്ക് എത്തി. അതുകൊണ്ടാണ് അവനിപ്പോ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. എന്തായാലും കൽപ്പനെ, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. രാധികയുമായിട്ടുള്ള സൂര്യയുടെ ബന്ധം നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ കൽപ്പന പറഞ്ഞു, ചെറിയമ്മ പറയുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിവിട്ട ബന്ധം അവർക്കിടയിൽ ഉണ്ടെങ്കിൽ ചെറിയമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞത് ഉടനെ
ഇതെല്ലാം കേട്ട് ഉർവശി പറഞ്ഞു, അതെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലെങ്കിൽ നീ നോക്കിക്കോ, സൂര്യ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം രാധികയ്ക്ക് നൽകാൻ കഴിഞ്ഞാൽ, രാധിക ഒരു കുഞ്ഞിനെ കൂടി സൂര്യക്ക് സമ്മാനിച്ചാൽ, പിന്നെ ആ കുഞ്ഞായിരിക്കും ഈ കണിമംഗലത്തുള്ള എല്ലാവരുടെയും ഓമന. മാത്രവുമല്ല, അറിയാവല്ലോ, രാധിക ചെയ്യുന്നതെല്ലാം ദൈവം ചെയ്യുന്നത് പോലെയാണെന്നാണ് ഇവിടെ എല്ലാവരും കരുതുന്നത്. രാധിക പ്രാർത്ഥിച്ചാൽ, രാധിക എന്തെങ്കിലും ചെയ്താൽ അത് ദൈവത്തിന്റെ കടാക്ഷമാണെന്നും ദൈവകൃപയാണെന്നും വിശ്വസിക്കുന്നവരുടെ വീടാണ് കണിമംഗലം. അതുകൊണ്ട് തന്നെ രാധികയുടെ മേൽ എന്തെങ്കിലും പഴിചാരി അവളെ പുറത്താകാമെന്നുള്ള ലക്ഷ്യമൊന്നും ഇനി നടപ്പിലാവില്ല എന്ന് ഉർവശിയും കൽപ്പനയെ അറിയിച്ചു. അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു, ചെറിയമ്മ കേട്ടോ, ഇനി ഏതെങ്കിലും രീതിയിൽ സൂര്യയും രാധികയും തമ്മിൽ ഒരു വഴിവിട്ട ബന്ധത്തെ പോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ, പിന്നെ ഒരു കാരണവശാലും രാധിക ഈ വീട്ടിലുണ്ടാവില്ല. അവരിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ പിന്നെ അവശേഷിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ സൂര്യ, അല്ലെങ്കിൽ രാധിക. ഇവരിലാരെങ്കിലും ഒരാളുടെ ജീവൻ ഞാൻ എടുത്തിരിക്കും, അത് തീർച്ചയാണ് എന്ന് കൽപ്പന ഉർവശിയോട് അറിയിച്ചു. അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ട് ഉർവശിയോട് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കൽപ്പന. പിന്നീട് കാണുന്നത് ശ്യാമ വലിയൊരു മലയ്ക്ക് മുകളിൽ, അങ്ങനെ പാറക്കെട്ടിന് മുകളിൽ നിൽക്കുന്നു. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് രാധിക ശ്യാമയെ അന്വേഷിച്ചു വരുന്നു. ശ്യാമ ആ മുകളിൽ നിന്ന്, അമ്മ ഇവിടെയുണ്ട്, ഇനി വാ മോളെ എന്ന് പറഞ്ഞ് ശ്യാമ കൈ നീട്ടുന്നു. ഞാൻ അങ്ങോട്ട് വരുവാ അമ്മേ എന്ന് പറഞ്ഞ് രാധിക വിളിച്ച് ചിരിച്ചുകൊണ്ട് അമ്മയ്ക്ക് അരികിലേക്ക് നടന്നെടുത്തു. അങ്ങനെ പാറക്കെട്ടിന് മുകളിൽ വരെ രാധിക എത്തി. ഇനി 3-4 സ്റ്റെപ്പുകൾ കൂടിയും ശ്യാമയ്ക്കരികിലേക്ക് രാധികയ്ക്ക് എത്തിച്ചേരാൻ. രാധിക സന്തോഷത്തോടെ ശ്യാമയുടെ അരികിലേക്ക് നടന്നെടുക്കുകയും ശ്യാമ കൈ നീട്ടി മകളെ സ്വീകരിക്കാനായി കൈ നീട്ടി അങ്ങനെ നിൽക്കുമ്പോൾ 2 സ്റ്റെപ്പ് വെച്ചതും ആ നിമിഷം രാധിക തന്റെ കാൽ വഴുതി ആ പാറക്കെട്ടിന് താഴേക്ക് ഉരുണ്ടുരുണ്ടു പോകുന്ന കാഴ്ച അത് കണ്ട് ശ്യാമ മോളെ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. പിന്നീട് താൻ കണ്ടത് ഒരു ദുസ്വപ്നമായിരുന്നുവെന്ന് മനസ്സിലാക്കിയ ശ്യാമ വേഗം തന്നെ തന്റെ അഖിൽ സാറിന്റെ ഫോട്ടോയ്ക്ക് അരികിലേക്കായി പോകുന്നു. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം അഖിൽ സാറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് ശ്യാമ സങ്കടത്തോടെ പറഞ്ഞു, സാർ, എന്തിനാണ് വീണ്ടും എന്റെ മനസ്സിലേക്ക് ഇത്തരം ഭയം നിറഞ്ഞ ചിന്തകൾ കൊണ്ടുവരുന്നത്? നമ്മുടെ മോൾക്ക് ആപത്തുണ്ടാകുന്ന ആ കാഴ്ചകൾ എന്തിനാണ് എനിക്ക് കാണിച്ചു തരുന്നത്? സത്യത്തിൽ നമ്മുടെ മോളിപ്പോ എന്റെ അരികിലുണ്ട്. പക്ഷേ അവളെ സംരക്ഷിച്ചു നിർത്താനോ ചേർത്ത് പിടിക്കാനോ എനിക്ക് കഴിയുന്നില്ല. നമ്മുടെ മോൾക്ക് ആപത്തുണ്ടാകുന്നതായിട്ടുള്ള ദുസ്വപ്നങ്ങളാണല്ലോ ഓരോ നിമിഷവും എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതെന്തുകൊണ്ടാണ് അഖിൽ സാർ അങ്ങനെ? നമ്മുടെ മകൾക്ക് ഒരാപത്തും വരാതെ കാത്തുകൊള്ളണേ എന്ന് വളരെ ആത്മാർത്ഥമായി അഖിലിനോട് പ്രാർത്ഥിച്ച് ശ്യാമ പറഞ്ഞു, നമ്മുടെ മോളെ എന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് സാറിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയണം, ഇത് മോളുടെ അച്ഛനാണെന്ന്. അങ്ങനെ ഒരു സ്വപ്നവും ഒരാഗ്രഹവുമാണ് ഇനി എന്റെ മനസ്സിൽ അവശേഷിക്കുന്നത് എന്ന് ശ്യാമ അറിയിച്ചു. പിന്നീട് കാണുന്നത് വരുൺ ഒരു വക്കീലിന്റെ അടുത്ത് നിയമോപദേശം തേടാനായി എത്തി. താൻ ഉടൻ തന്നെ പ്രിയങ്കയെ ഡിവോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചാൽ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനെത്തിയ വരുണിനോട് വക്കീൽ പറഞ്ഞു, വരുൺ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, എന്തോ അയാളുമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല മേഡം. അയാളെ ഉൾക്കൊള്ളാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഉടനെ വക്കീല് പറഞ്ഞു, അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ മേൽ നിങ്ങൾ കണ്ടെത്തുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടോ? പരസ്പര വിരുദ്ധമായി പെരുമാറുകയോ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മേഡം. അപ്പോഴേക്കും ഉടനെ അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ അവർക്കെന്താ മറ്റാരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? ഇനി എന്തെങ്കിലും രഹസ്യ ബന്ധമോ വഴിവിട്ട ബന്ധങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതും വരുൺ ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒന്നുള്ളൊരു കുട്ടിയല്ല എന്നറിയിച്ചു. പിന്നെ എന്താണ്? ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളാണ് ഇങ്ങനെ ഒരു ഡിവോഴ്സ് പെറ്റീഷനുമായി കോടതിക്ക് മുന്നിലെത്തിയാൽ കോടതി ചോദിക്കുന്നത്. അതിന്റെ എല്ലാ ഉത്തരം നോ എന്നാണ് വരുൺ നൽകുന്നതെങ്കിൽ ഏകപക്ഷീയമായി ഒരിക്കലും വരുണിന് ഡിവോഴ്സ് കിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് വക്കീൽ അറിയിച്ചു. എന്തായാലും വരുൺ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് ഒരു ഉറച്ച തീരുമാനമെടുക്കുക. വരുൺ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പെറ്റീഷനുമായിട്ട് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞു. ഉടനെ വരുൺ പറഞ്ഞു, മേഡം പറഞ്ഞതുപോലെ പ്രിയങ്കയെക്കുറിച്ച് എന്തെങ്കിലും തെളിയിക്കാനായിട്ടുള്ള തെളിവുകൾ എന്റെ പക്കലില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിയമത്തിന് മുന്നിൽ തെളിയിക്കാൻ ഒരു തെളിവും എന്റെ കയ്യിലില്ലെങ്കിലും അങ്ങ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈശ്വരന് മുന്നിൽ അതിന് ധാരാളം തെളിവുകളുണ്ട്.
അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നിങ്ങളും പറയാറുള്ളതാണല്ലോ മേഡം, എല്ലാം ഇനി ഈശ്വരന്റെ കൈകളിലാണെന്ന്. അങ്ങനെ തന്നെ ഈശ്വരന്റെ കയ്യിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇനി എന്ത് വന്നാലും ഈശ്വരൻ തന്നെ അതിനെ തരണം ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് തന്റെ ആ നിരാശ, തനിക്ക് താൻ ആഗ്രഹിച്ചു വന്ന കാര്യം നേടിയെടുക്കാൻ കഴിയാത്തതിന്റെ ഒരു വിഷമം വരുൺ വക്കീലിന് മുന്നിൽ പ്രകടിപ്പിക്കുകയും നിയമോപദേശം കൃത്യമായി നേടിയതിന്റെ സമാധാനത്തിൽ വരുൺ അവിടെ നിന്ന് പുറപ്പെടുന്നു. പിന്നീട് കാണുന്നത് ശ്യാമ രാവിലെ തന്നെ മ്യൂസിക് സ്കൂളിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങുന്നു. അപ്പോഴേക്കും അവിടേക്ക് അമൃതയെടുത്തിയും എത്തി. അമൃതയെടുത്തി നമുക്ക് ഇറങ്ങാം, ഇപ്പൊ തന്നെ വൈകി എന്ന് പറഞ്ഞപ്പോ അമൃത പറഞ്ഞു, സോറി ശ്യാമ, ഞാനൊരു ഫയൽ എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്, പക്ഷെ അത് ഫയൽ മാറിപ്പോയി, അത് തിരികെ എടുക്കാൻ പോയതായിരുന്നു എന്ന് പറഞ്ഞതും കുഴപ്പമില്ല, അല്ല നേരെ നമ്മള് മ്യൂസിക് സ്കൂളിലേക്കല്ലേ ശ്യാമ എന്ന് അമൃത അന്വേഷിച്ചു. അല്ല എടുത്തി, നമുക്ക് ആദ്യം ഒന്ന് ക്ഷേത്രത്തിൽ വരെ പോകാം, അതിനുശേഷം മ്യൂസിക് സ്കൂളിലേക്ക് എന്ന് ശ്യാമ അറിയിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കാറിലേക്ക് കയറുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന ഐശ്വര്യ കൃത്യമായി അവരുടെ സംസാരം ശ്രദ്ധിച്ചു. അവർ പോയെന്ന് ഉറപ്പായതോടെ ഐശ്വര്യ മാലിനിയെ വിളിക്കുന്നു. മാലിനി, ഇങ്ങ് വന്നേ, നമുക്ക് ഇപ്പൊ തന്നെ അവരെ ഫോളോ ചെയ്ത് പോകണം. ഇപ്പോ ശ്യാമയും അമൃതയെടുത്തിയും നേരെ പോയിരിക്കുന്നത് ക്ഷേത്രത്തിലേക്കാണ്. അതിനുശേഷം മാത്രമേ അവിടെ സെന്ററിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് അവർ പോയ ആ ക്ഷേത്രത്തിലേക്ക് പിന്തുടരാതെ അവർ വരുന്നതിന് മുൻപ് നമുക്ക് നേരത്തെ ചെന്ന് അവിടെ സെന്ററിൽ ചെന്ന് കാത്തു നിൽക്കാം, അതാണ് നല്ലത്. അങ്ങനെ ഐശ്വര്യയും മാലിനിയും അവിടെ നിന്ന് പുറപ്പെടാൻ തയ്യാറാകുന്നു. ശ്യാമയും ഒപ്പം അമൃതയെടുത്തിയും കൂടി ക്ഷേത്രത്തിലേക്ക് മടങ്ങി. അപ്പോഴാണ് കണിമംഗലത്ത് പൂജാമുറിയിൽ മനമുരുകി പ്രാർത്ഥനയോടെ നിൽക്കുന്ന രാധികയെ കണ്ടുകൊണ്ട് അവിടേക്ക് മുത്തശ്ശി എത്തിയത്. മുത്തശ്ശി രാധിക പ്രാർത്ഥിച്ചു നിൽക്കുന്നത് കണ്ടതോടെ മുത്തശ്ശി മനസ്സിൽ പറഞ്ഞു, ഭഗവാനെ, വരുൺ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കുട്ടി അങ്ങയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ആളാണ്. അല്ലെങ്കിലും അവർ തമ്മിലാണ് ഭഗവാനെ ചേർച്ച കൂടുതലുള്ളത്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അവരെ ഒന്നിപ്പിക്കണേ ഭഗവാനെ, അതിനുള്ള കഴിവ് ഇനി നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഭഗവാനോട് യാചിക്കും വണ്ണം പ്രാർത്ഥനയോടെ കണ്ണടച്ചങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശി. പൂജാമുറിയിൽ പ്രാർത്ഥിച്ചു നിന്ന രാധിക അവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ പിന്നിൽ ആ കണ്ണു അടച്ചു നിൽക്കുന്ന മുത്തശ്ശിയെ രാധിക കണ്ടു. മുത്തശ്ശി പ്രാർത്ഥിക്കാൻ വന്നിരുന്നോ എന്ന് ചോദിച്ചതും മുത്തശ്ശി പറഞ്ഞു, രാധിക മോൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വന്നിരുന്നത്. ഉടനെ രാധിക ചിരിച്ചുകൊണ്ട് മുത്തശ്ശിക്ക് അരികിലേക്ക് ചെന്നു. എന്തായാലും മോളുടെ മനസ്സ് ഇപ്പൊ സന്തോഷമായല്ലോ, എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു, എല്ലാ സങ്കടങ്ങളും മാറ്റി മോൾക്ക് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത് എന്ന് മുത്തശ്ശി അന്വേഷിക്കുമ്പോൾ രാധിക വേഗം മുത്തശ്ശിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മുത്തശ്ശി, ഒരു കാര്യം മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എന്റെ മേലുള്ള എല്ലാവരുടെയും തെറ്റിദ്ധാരണ ഒന്ന് മാറണമെന്ന്. എന്തായാലും അത് സാധിച്ചു എന്ന് രാധിക അറിയിച്ചു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എനിക്കറിയാമായിരുന്നു മോൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്, അത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ എല്ലാവരും കൂളായിട്ട് തന്നെ നിന്നത്. എന്തായാലും ഇനി വേറൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു, എന്നാ മുത്തശ്ശി ഞാൻ ഇറങ്ങട്ടെ, ഇപ്പൊ തന്നെ വൈകി മ്യൂസിക് സ്കൂളിൽ പോകാനുള്ളതാണ് എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോഴേക്കും മോള് പ്രാർത്ഥിച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണെന്ന് കൂടി മുത്തശ്ശി പറയുമ്പോൾ എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് രാധിക പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് പൂജാമുറിയിൽ തെളിയിച്ചു വെച്ചിരുന്ന ആ നിലവിളക്ക് താനെ മറിഞ്ഞു വീണു. ഉടനെ രാധിക അയ്യോ ഇതെന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് ഓടിയെത്തി പൂജാമുറിയിലെ ആ തട്ട് ക്ലീൻ ചെയ്തിട്ട് ആ നിലവിളക്ക് വീണ്ടും അതിൽ എണ്ണ പകർന്ന് അതിൽ തീ തെളിയിച്ചു. അങ്ങനെ നിലവിളക്ക് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന നേരത്ത് മുത്തശ്ശി അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ഇന്നിനിപ്പോ ഇങ്ങനെ ഒരു ദുശകരം കണ്ടിട്ട് പോകേണ്ട കാര്യമുണ്ടോ മോളെ എന്ന് മുത്തശ്ശി രാധികയോട് ചോദിച്ചു. അത് കേട്ടതും രാധിക പറഞ്ഞു, അതൊന്നും സാരമില്ല മുത്തശ്ശി, നിലവിളക്ക് ഞാനിപ്പോ കൊളുത്തി വെച്ചോളാം, അതോടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും. അങ്ങനെ പറഞ്ഞ് രാധിക വീണ്ടും ആ തിരി തെളിയിച്ചു. എന്നിട്ട് പറഞ്ഞു, നിലവിളക്കിലെ ഭഗവാന്റെ മുന്നിൽ ഈ തിരി കെടാതെ അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാധിക മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങി. പിന്നീട് കാണുന്നത് മ്യൂസിക് സ്കൂളിൽ ശ്യാമയും അമൃതയെടുത്തിയും എത്തുന്നതിന് മുൻപ് തന്നെ ഐശ്വര്യയും മാലതിയും അവിടെ എത്തി ശ്യാമയുടെയും അമൃതയെടുത്തിയുടെയും വരവ് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ മേഡം, ഇനി അവർ മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ എന്ന് മാലതിയെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഐശ്വര്യ പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ വരാൻ വഴിയില്ല, നമുക്ക് കാത്തു നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരം കൂടി നോക്കാമെന്ന് ഐശ്വര്യ അറിയിച്ചു. അപ്പോഴാണ് ഗേറ്റ് കടന്ന് ആ കാർ വന്നിരുന്നത്. കാറിൽ നിന്ന് തട്ടമൊക്കെ ഇട്ട് ഒരു സ്ത്രീ ഇറങ്ങുകയും കൂടെ അമൃതയും ഇറങ്ങുന്നു. ഇത് കണ്ടതോടെ ആകെ സംശയമായി ഐശ്വര്യക്ക്. അല്ല, ഇതാരാ ഈ തട്ടമൊക്കെ ഇട്ട് എന്ന് ചോദിച്ചപ്പോ പുറത്തേക്ക് ഇറങ്ങിയ ശ്യാമ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ആ തട്ട് വിട്ടുകൊണ്ട് നടക്കുന്നതിന് പകരം
മറ്റുള്ളവർ തന്റെ മുഖം കാണില്ലെന്നുള്ള വിശ്വാസത്തിൽ വേഗം ആ തട്ടത്തിന്റെ ആ മുഖം മറച്ചിരിക്കുന്ന ആ തുണിയെ പതുക്കെ മാറ്റി. അപ്പോഴേക്കും ഐശ്വര്യയ്ക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായി. അയ്യോ, ഇത് ശ്യാമയല്ലേ എന്ന് ഐശ്വര്യയും മാലതിയും അതിശയത്തോടെ പരസ്പരം പറയുന്നു. ശ്യാമ ഇതൊന്നും അറിയാതെ ആ ഫയലും എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നേരെ ഓഫീസ് റൂമിലേക്ക് പോയി. ഈ സമയത്ത് ഐശ്വര്യയും മാലതിയും പരസ്പരം സംസാരിച്ചു. ഇതിലെന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ. ശ്യാമ എന്തിനായിരിക്കും ഇങ്ങനെ പർദ്ദ അണിഞ്ഞു വന്നത്? എന്തായാലും ഇന്ന് കുറച്ചു നേരം കൂടി നമുക്കിവിടെ നിന്ന് നോക്കാം. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്, അത് തീർച്ച എന്ന് ഐശ്വര്യ മാലതിയോട് അറിയിച്ചു. അങ്ങനെ അവർ സംശയത്തോടെ നിൽക്കുമ്പോഴാണ് അല്പസമയം കഴിഞ്ഞ് ഓഫീസ് റൂമിലേക്ക് എത്തിയ ശ്യാമ രാധിക മോളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഇത്രയും നേരമായിട്ട് മോളെ കാണാതായതോടെ രാധികയുടെ ഫോണിലേക്ക് വിളിച്ച് ശ്യാമ വിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോഴേക്കും ശ്യാമയോട് രാധിക പറഞ്ഞു, ഞാൻ വരാൻ ഒരല്പം വൈകും എന്ന് പറയുമ്പോൾ, മോള് എത്ര വൈകിയാലും കുഴപ്പമില്ല, ഇത് മോളുടെ സ്ഥാപനം തന്നെയല്ലേ എന്ന് ശ്യാമ രാധികയോട് പറയുന്നത് അപ്പുറത്ത് മാറി നിന്ന് ഐശ്വര്യ കേട്ടു. അപ്പോൾ എന്തായാലും രാധിക എന്ന ശ്യാമയുടെ മകൾ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് ഐശ്വര്യയും മാലതയും ഉറപ്പിക്കുന്നു. കുറച്ചു നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ അപ്പുറത്ത് തന്നെ വീണ്ടും മാറി രാധികയുടെ വരവ് പ്രതീക്ഷ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഐശ്വര്യയെ ഞെട്ടിച്ചുകൊണ്ട് രാമയുടെ മകൾ മ്യൂസിക് സ്കൂളിലേക്ക് നടന്നു വരുന്ന കാഴ്ച കണ്ടു. അവിടുത്തെ കുട്ടികളോടൊക്കെ സന്തോഷത്തോടെ സംസാരിച്ച് അവരോട് കളിച്ചു ചിരിച്ച് വളരെ സന്തോഷവതിയായി നടന്നു വരുന്ന രാധിക എന്ന ശ്യാമയുടെ മകളെ കണ്ട് പകയോടെ ഐശ്വര്യ അവളെ എങ്ങനെ അവസാനിപ്പിക്കുമെന്നും ഇനി അധിക നാൾ അവൾ ഇവിടെ ഉണ്ടാവില്ല എന്നും മനസ്സിൽ ഉറപ്പിച്ച് ശത്രുതയോടെ പകയോടെ രാധികയെ ഉറ്റുനോക്കുന്നു.